കോഴിക്കോട്ടേക്ക് പോകണം. അവിടെ മുക്കം നഗരസഭയിൽ നിന്നൊരു വാർത്ത വരികയാണ്. അവിടെ നഗരസഭാ ജീവനക്കാരി ഒരു സ്ത്രീ കടിച്ചു പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട ആവശ്യത്തിനെത്തിയവരാണ് റവന്യൂ ഇൻസ്പെക്ടർ ധന്യ ജയറാമിനെ കടിച്ചു പരിക്കേൽപ്പിച്ചത്. ഓഫീസിലെ ഫയലുകളും വലിച്ചെറിഞ്ഞു. ഒരു ഏകദേശം 1 മണിക്കായപ്പോഴാണ് ഇവര് വന്നിട്ട് പെൻഷന്റെ സീറ്റിൽ നിന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്. അപ്പോൾ വിഷ്ണു ഇൻസ്പെക്ടറിന്റെ ക്യാബിലേക്ക് കയറി വന്നിട്ട് അവിടെ ചൂടായിട്ട് പിന്നെ അസഭ്യം വിളിച്ച് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ രണ്ടാമത് തിരിച്ചു വന്നിട്ട് വീണ്ടും ആ സീറ്റ് കയറിയിട്ട് ഫയൽസൊക്കെ എടുത്ത് വലിച്ചു തന്നപ്പോൾ ഞങ്ങളെല്ലാവരും എണീച്ച് എന്താ ചോദിച്ചത്. അപ്പോഴത്തേക്ക് അവിടുത്തെ TAന്റെ മേലേക്ക് അടിക്കാൻ വന്നു. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ ഉപദ്രവിക്കാൻ നോക്കുമ്പോൾ ഞങ്ങൾ പിടിച്ചു വെച്ച് ആ സ്പോട്ടിൽ എൻ്റെ കൈക്ക് കയറി കടിച്ച് മുടിയൊക്കെ പിടിച്ച് വലിച്ച് ചവിട്ടി കുറേ ഉപദ്രവം ഉണ്ടാക്കി. ഞങ്ങളുടെ ഇത് ബോധപൂർവമാണെന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം പിന്നെ ചില സാധനങ്ങൾ അയാൾ തൊടുന്നില്ല, ബാക്കി അല്ലാത്ത രീതിയിലാണ് അത് ചെയ്യുന്നത്. ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. ഷഹദ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ത്രീയുടെ മാതാവിന്റെ വിധവാ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന്, അതായത് ഏജ് ഡിഫറൻ്റ് ആണ് അവിടെയുള്ള രേഖകളിൽ കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്കായിട്ടാണ് ഇവരോട് ഇന്ന് അവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോയതാണ്. ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവരോട് പറയുന്നു ഭക്ഷണം കഴിക്കാൻ പോയതാണ്, എന്താവശ്യത്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു. ആ ഘട്ടത്തിൽ ഇവർ അസഭ്യം പറയുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ ഉദ്യോഗസ്ഥരായിട്ടുള്ള വനിതാ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളോട്. അങ്ങനെ അസഭ്യം പറഞ്ഞു. അവിടെയുള്ള വനിതാ ജീവനക്കാരുടെ മുടി പിടിച്ചു വലിക്കുന്നു, പിന്നീട് കൈക്ക് കടിക്കുന്നു. പിന്നീട് അവിടെ നടന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതായത് പെട്ടെന്ന് പ്രകോപിതയായി അവിടെയുള്ള ഫയലുകളൊക്കെ എടുത്ത് നശിപ്പിക്കുന്നു, വലിച്ചെറിയുന്നു, അവിടെയുള്ള ആളുകളെ മർദ്ദിക്കുന്നു, ഒക്കെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഉടൻ തന്നെ ഇവർ പോലീസിന് വിവരം അറിയിക്കുകയാണ്. പിന്നീട് പോലീസ് എത്തി ഈ സ്ത്രീയെ കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഈ പ്രകോപനത്തിന് കാരണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്തായാലും ഏറെ നേരം അവിടെ ഒരു പരിഭ്രാന്തി നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്. ശരി, ഷഹദാണ് വിശദാംശങ്ങൾ നൽകിയത്.